നമ്മൾ ഡയറക്റ്റ് ഗവൺമെന്റിലോട്ട് അപ്ലൈ ചെയ്യുന്ന എംപ്ലോയറിന്റെ റോൾ ഇല്ലാതെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഈ 189, 190, 491 ഈ 3 വിസകളുണ്ട്. ഇത് തമ്മിലുള്ള പ്രധാനപ്പെട്ട കണ്ടീഷൻസും അതും ഈ 3 വിസകളിൽ കിട്ടുന്ന ഈ ആപ്ലിക്കൻസിന് കിട്ടുന്ന ബെനിഫിറ്റുകളും തമ്മിൽ എന്താണ് വ്യത്യാസം? 189ഉം 190യും പെർമനന്റ് വിസകളാണ്. പെർമനന്റ് PR തന്നെയാണ്. PR വിസകളാണ്. അതിപ്പോ 5 വർഷത്തേക്ക് നമുക്ക് ഓസ്ട്രേലിയ സ്ഥിരതാമസാവകാശം കിട്ടുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവിടെ പഠിക്കുന്നതിന് ഇതിനൊക്കെയുള്ള തദ്ദേശീയരുടെ, അതായത് ലോക്കൽ ഓസ്ട്രേലിയൻസിന്റെ അതേ ഫീസ് തന്നെ കൊടുത്താൽ മതിയാവും PR കിട്ടിയാൽ. അത് 491 ആണെങ്കിലും PR കിട്ടുന്ന 189, 190 വിസ ഉള്ളവർക്ക് മെഡിക്കെയറിന്റെ അസിസ്റ്റൻസ് ഉണ്ട്. ഇപ്പോൾ 491നും മെഡിക്കെയർ കിട്ടുന്നുണ്ട്. അവർക്കും ഈ തരത്തിലുള്ള നമുക്ക് ഫ്രീ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കിട്ടും. അപ്പൊ ഈ 491 ഏതാണ്ട് 189, 190യുടെ തരത്തിലുള്ള രീതിയിലേക്ക് തന്നെയാണ് പലപ്പോഴും കൺസിഡർ ചെയ്യപ്പെടുന്നത്. കാരണം അതൊരു പാത്ത് വേ വിസയാണ്. 3 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ PR ആവുന്നതാണ്. അതുകൊണ്ട് 491 കിട്ടിക്കഴിഞ്ഞാലും മെഡിക്കെയർ ഇപ്പോൾ ഉണ്ട്. മുമ്പ് അതില്ലായിരുന്നു, ഇപ്പോൾ അതുണ്ട്. അപ്പൊ ഈ 491 നമ്മൾ വരുമ്പോഴത്തേക്കും ഏതെങ്കിലും പർട്ടിക്കുലർ സ്ഥലങ്ങളിൽ, ഇപ്പൊ ഉദാഹരണത്തിന് വിക്ടോറിയ എന്നൊരു ആപ്ലിക്കന്റിന് 491 കിട്ടിയെന്നിരിക്കട്ടെ. 491 കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ആപ്ലിക്കന്റ് വിക്ടോറിയയിൽ തന്നെ നമ്മൾ റീജിയണലായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടോ, അതോ ഏതെങ്കിലും സിറ്റി നമ്മൾ അവോയ്ഡ് ചെയ്യണമെന്നോ? താമസിക്കാൻ പറ്റില്ല. സാങ്കേതികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിലുള്ള റീജിയണൽ പോസ്റ്റ് കോഡുകളിൽ 491 വിസ ഹോൾഡർ താമസിക്കുകയും ജോലി ചെയ്യുകയും വിദ്യാഭ്യാസമൊക്കെ ചെയ്യണമെന്നാണ് അതിൻ്റെ നിയമത്തിൽ പറയുന്നത്. പക്ഷേ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിൽ, പർട്ടിക്കുലർ റീജിയനിലേക്കാണ് നിങ്ങൾ നോമിനേറ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും ആ സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ അവിടെ തൊഴിൽ ലഭിക്കാതെ വരികയോ മറ്റെന്തെങ്കിലും അസൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റിന്റെ ഒരു പെർമിഷനോടുകൂടി മാത്രം മറ്റൊരു ഏത് റീജിയണൽ പോസ്റ്റ് കോഡിലോട്ടാണ് നിങ്ങൾ മാറാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ വേറെ സ്റ്റേറ്റിലേക്ക്, ആ സ്റ്റേറ്റ് വിട്ട് പുറത്തൊരു സ്റ്റേറ്റിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുള്ള റീസണബിൾ ആയിട്ടുള്ള, ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള, വളരെ ബേസുള്ള കാരണങ്ങളാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്റ്റേറ്റിനെ, നമ്മളെ നോമിനേറ്റ് ചെയ്ത് ആ സ്റ്റേറ്റിനെ തന്നെ സമീപിച്ചു കഴിഞ്ഞാൽ അവർ പെർമിഷൻ തരും. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റിലെ ഏത് സ്റ്റേറ്റാണോ നിങ്ങൾ നോമിനേറ്റ് ചെയ്ത് ആ സ്റ്റേറ്റിന്റെ റീജിയണൽ പോസ്റ്റ് കോഡിൽ താമസിക്കുന്നതാണ് അഭികാമ്യം. 491. അതല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം സഹിച്ചുകൊണ്ട് ആ പർട്ടിക്കുലർ പോസ്റ്റ് കോഡിൽ നിൽക്കണം എന്നല്ല. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റിൽ തന്നെ ബന്ധപ്പെടുക. സ്റ്റേറ്റിനെ തന്നെ അത്തരം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നു. അതുകൂടാതെ ഈ 491 വേറെ എന്തൊക്കെ കണ്ടീഷൻസ് ഉണ്ട്? 491ന്റെ കണ്ടീഷൻ ഈ പറഞ്ഞ കൂട്ട് നിങ്ങൾ റീജിയണൽ ഏരിയയിൽ താമസിച്ചിരിക്കണം 3 വർഷക്കാലം. വരുന്ന 3 വർഷക്കാലം റീജിയണൽ ഏരിയ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നതിന് ഗവൺമെന്റ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ ഉള്ള റെഗുലേറ്ററി റിക്വയർമെന്റ് അനുസരിച്ച് ബ്രിസ്ബൻ, സിഡ്നി, മെൽബൺ ഈ 3 മേജർ സിറ്റികളിലുള്ള കുറെ പോസ്റ്റ് കോഡുകൾ ഒഴികെ ബാക്കി ഏതാണ്ട് ഓസ്ട്രേലിയയിലുള്ള മൊത്തം സ്റ്റേറ്റുകളും ഇപ്പോൾ റീജിയണൽ പോസ്റ്റ് കോഡിന്റെ കീഴിലാണ് വരുന്നത്. ഈ 3 മേജർ സിറ്റികളിലുള്ള കുറെ പോസ്റ്റ് കോഡുകൾ ഒഴികെ. അപ്പൊ ആ പോസ്റ്റ് കോഡുകൾ ഒഴികെയുള്ള സ്ഥലങ്ങളെല്ലാം റീജിയണൽ പോസ്റ്റ് കോഡുകളാണ്. അപ്പൊ ഇങ്ങനെയുള്ള എന്തെങ്കിലും സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ മറ്റേ തൊഴിൽ കിട്ടാവുന്നതിനോ മറ്റൊക്കെയുള്ള പ്രയാസങ്ങളോ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ നേരിടുകയും അത് ആ പർട്ടിക്കുലർ സ്റ്റേറ്റിനെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഈ 3 മേജർ സിറ്റികൾ ഒഴിച്ചുള്ള മറ്റേതെങ്കിലും ഒരു റീജിയണൽ പോസ്റ്റ് കോഡിലോട്ട് മാറുന്നതിനുള്ള അവസരങ്ങളുണ്ടാവും. പക്ഷെ അത് നിയമപരമായിട്ട് വേണം അത്തരം കാര്യങ്ങൾ ചെയ്യാൻ.